സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മുടെ വാങ്ങി വച്ചിരിക്കുന്ന സ്റ്റോക്കുകളിൽ തന്നെ വളരെയധികം നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ സമയത്തും അതായത് മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് മികച്ച സ്ട്രാറ്റജികളിലൂടെ ഏത് സമയത്തും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ വാങ്ങുക എന്നുള്ളത്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങുന്നത് തന്നെ പല തരത്തിലുണ്ട്. ലോങ് ടൈമിലേക്കൊക്കെയാണ് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റോക്കിന്റെ വില സാധാരണയായിട്ട് പെട്ടെന്ന് ഒരു തകർച്ച ഉണ്ടാവും. അതായത് ഡിവിഡൻഡ് എക്സ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വില പെട്ടെന്ന് തന്നെ കുറയും. ആ സമയത്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് അത്തരത്തിലുള്ള സ്ഥിരമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ ആ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അതിനുശേഷം ഒരു 6 മാസമോ ഒരു വർഷമോ ഒക്കെ കഴിയുമ്പോൾ അതിന്റെ മാക്സിമം വിലയിലേക്ക് എത്തും. അപ്പോഴേക്കും അവർ വീണ്ടും ലാഭവിഹിതം പ്രഖ്യാപിക്കാറുണ്ട്. ആ സമയത്ത് അതിന്റെ എക്സ് ഡേറ്റിന് തൊട്ട് മുൻപായിട്ട് വിറ്റുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെയുള്ളത് ലോങ് ടൈമിലേക്ക് ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് കൊടുക്കുന്ന സ്ഥിരമായിട്ടുള്ള സ്റ്റോക്കുകളെ നമ്മളെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 3 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ലാഭവിഹിതം കമ്പനികൾ എത്തിച്ചു നൽകുന്നുണ്ട്. അതായത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. അതിനുശേഷം എക്സ് ഡേറ്റിന്റെ അന്നോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ ആ സ്റ്റോക്ക് നമ്മൾ വിറ്റൊഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം അതിന്റെ വില കയറിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് അതിൽ നിന്നും മാക്സിമം ലാഭം കിട്ടുകയും അതിൽ നിന്ന് വിറ്റൊഴിയാനും പറ്റും. അപ്പോൾ ഇത്തരക്കാർക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ അടുത്ത ഈ വരുന്ന ആഴ്ചയിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആഴ്ച പ്രധാനമായും ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ എക്സ് ഡേറ്റ് ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാഭം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ വരും. അല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചില സ്റ്റോക്കുകൾ എന്ന് പറയുന്ന ലാഭവിഹിതം കൊടുത്തതിന് ശേഷം ഒരു തകർച്ച നേരിടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് പിന്നെ നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ വിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും കൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ ആഴ്ച ഇതിന്റെ ഡേറ്റും എത്ര രൂപയാണ് ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇമാമി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. EMA LTD എന്നാണ് ഇതിന്റെ കൊടുത്തിട്ടുള്ള കോഡ്. അപ്പോൾ ഇതിന്റെ എക്സ് ഡേറ്റ് വരുന്നത് 2024 ഈ വർഷം 11-ാം മാസം 18-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ലാഭവിഹിതം വരുന്നത് 4 രൂപയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ വില വരുന്നത് 642 രൂപയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും ഈ വില വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 4 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ ആൾക്കാർ അത് വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നതാണ്. സുന്ദർ ഫാസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡിവിഡൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് 3 രൂപയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ വില 1188 രൂപയാണ്. അപ്പോൾ ഇതിന്റെയും എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് 18ആണ്. അപ്പോൾ ഈ 18-ാം തീയതിക്ക് മുൻപ് തന്നെ നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. 18-ാം തീയതിക്ക് ശേഷം നമുക്കിത് വിറ്റൊഴിയാനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 18-ാം തീയതി വരെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ വാങ്ങിയിട്ടില്ലാത്തവർക്ക് ഇത് വാങ്ങുക. അതിനുശേഷം 18-ാം തീയതിക്ക് മുന്നേ അത് വിറ്റൊഴിവാക്കാവുന്നതുമാണ്. അടുത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ്. 1 രൂപയാണ് ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്ര അനുസരിച്ചിട്ടേ ഉള്ളൂ. 155 രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കും 18-ാം തീയതിയാണ് എക്സ് ഡേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് GPPL എന്ന് പറയുന്നതാണ്. ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് നമുക്ക്
19-ാം തീയതിയാണ് ഇതിന്റെ എക്സ് ഡേറ്റ് വരുന്നത്. ഇത് ഇപ്പോൾ 4 രൂപയാണ് ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ തന്നെ 175 രൂപയുള്ളൂ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം കൊടുക്കുന്നതുമായിട്ടുള്ള സ്റ്റോക്ക്. ഇപ്പോൾ ഗുജറാത്ത് പിപാവ പോർട്ടാണ്, GPPL എന്നാണ് ഇതിന്റെ കോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അടുത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ONGC ആണ്. ONGC 250 രൂപയാണ് ഇപ്പോൾ സ്റ്റോക്കിന്റെ വില. 6 രൂപയാണ് ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ ഏറ്റവും വില കുറഞ്ഞത് 175-ലാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു. എന്നാൽ കൂടുതൽ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ലാഭവിഹിതം ഇപ്പോൾ 250-ന്റെ ഒരു 100 ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ 6 രൂപ വെച്ച് 6 ഗുണം 600 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നമുക്ക് 1000 സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ഡിവിഡൻഡ് വരുന്ന വില നമുക്ക് അക്കൗണ്ടിലേക്ക് വരികയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഇൻഫോ എഡ്ജ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിന്റെ കോഡ് വരുന്നത് NAUKRI എന്ന് പറയുന്നതാണ്. ഇൻഫോ എഡ്ജ് ആണ് കമ്പനി. ഇത് ലാഭവിഹിതം കൊടുക്കുന്നത് 12 രൂപയാണ്. ഇതിന്റെ എക്സ് ഡേറ്റ് വരുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ ഇതിന്റെ ഡിവിഡൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12 രൂപ നമുക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ വില 7768 രൂപയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് പക്ഷേ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ പരിഗണിക്കാൻ പറ്റും. ഞാൻ വേണേൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് ബൈയിങ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ അത്ര നല്ലൊരു സ്റ്റോക്ക് അല്ല. നമ്മൾ ആ ഒരു കാര്യം കൂടെ ചില സ്റ്റോക്കുകൾ, അപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു കാര്യം കൂടെ പരിഗണിക്കുക. പിന്നെ വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയാം, വളരെ നല്ലൊരു കമ്പനിയാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് 4 രൂപയാണ്. 1312 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. 19-ാം തീയതിയാണ് എക്സ് ഡേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് സഫാരിയാണ്. സഫാരി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അത് 1 രൂപ 50 പൈസയാണ് കൊടുക്കുന്നത്. 2333 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. 19-ാം തീയതി തന്നെയാണ് ഇതിന്റെയും എക്സ് ഡേറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് പിക്കേഷൻ വയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് 171 രൂപയാണ് ഇപ്പോഴുള്ള വില. 0.35 പൈസ മാത്രമാണ് ഇതിന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ലാഭവിഹിതം കൊടുക്കുന്നത്. പിന്നെ ഇസാബ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 25 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് 6128 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് വാങ്ങാൻ പോവുകയാണെങ്കിൽ. അടുത്ത് വരുന്നത് PPAP ഓട്ടോമേറ്റീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓട്ടോമാറ്റിക് മേഖലയിലുള്ള ഒരു കമ്പനിയാണിത്, PPAP എന്ന് പറയുന്നത്. ഇതിന്റെ ഡിവിഡൻഡ് 1 രൂപയാണ്. 201 രൂപയാണ് ഇതിന്റെ ഇപ്പോഴത്തെ വരുന്ന പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ആർ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്നതാണ്. RSYSTEM എന്ന് പറയുന്നതാണ് കോഡ്. അപ്പോൾ ഇത് ആർ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് 485 രൂപയാണ് ഇപ്പോൾ വില. 6.5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടാനേജ് എയറോസ്പേസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ടാനേജ് എയറോസ്പേസസ് ഇത് 1 രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ വില നോക്കിക്കഴിഞ്ഞാൽ 0 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ വിലയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടാനേജിന്റെ വില എന്ന് പറയുന്നത് 404 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് നമുക്ക് വാങ്ങാനാണെങ്കിൽ 404 രൂപയാണ്. അടുത്ത് നവനീത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി അടുത്ത് കൊടുക്കുന്നുണ്ട്. നവനീത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ നവനീത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കമ്പനി 135 രൂപയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ലാഭം കിട്ടുന്നത് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1 രൂപയാണ്. 1 രൂപ 50 പൈസയാണ്. അടുത്ത് വരുന്നത് PGHH എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതായത് PGHH എന്ന് പറഞ്ഞാൽ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് 95 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ പ്രൈസ് വരുന്നത് 15,704 രൂപയാണ്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങിയാൽ മാത്രമായിരിക്കും ഇതിന് 95 രൂപ വെച്ചിട്ടുള്ള. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുന്നതിനുള്ള ഒരു പരിമിതി ഉണ്ടാവും. അപ്പോൾ കുറച്ച് എമൗണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇത് വാങ്ങുന്നത് കൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടായെന്ന് വരില്ല. കാരണം ഒരു ക്വാണ്ടിറ്റി വാങ്ങാനാണ് 15,000 രൂപ വരുന്നത്.
അപ്പോൾ 95 രൂപ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി അശോക് ലൈലാൻഡ്, സ്ഥിരമായിട്ട് ലാഭം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അശോക് ലൈലാൻഡ് 217 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. 2 രൂപയാണ് ഇതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം MRF, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് പ്രൈസ് വിലയുള്ള കമ്പനിയാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനുള്ള വില എന്ന് പറഞ്ഞാൽ 1,20,551 രൂപയാണ്. നമ്മൾ 1,20,551 രൂപ മുടക്കി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 3 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ അത്ര റിസ്ക് എടുത്ത് 3 രൂപയ്ക്ക് വേണ്ടി ആരും തന്നെ ഈ സ്റ്റോക്ക് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇതിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 19-ാം തീയതി കഴിയുമ്പോൾ ഇതിൻ്റെ വില ഒരുപാട് ഇടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്ത് നമുക്ക് സാക്സോഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് 0.40 പൈസയാണ്, 0.4 പൈസയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 209 രൂപയാണ്. പിന്നെ ചാമ്പൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 469 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ വില വരുന്നത്. പിന്നെ നമുക്കറിയാം ഏഷ്യൻ പെയിൻറ്റ് നല്ലൊരു സ്റ്റോക്കാണ്. ഏഷ്യൻ പെയിൻറ്റ് 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2,483 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും എക്സ് ഡേറ്റിന് ശേഷം വില ഇടിയുന്ന സമയത്ത് നമുക്കിതിലൊരു എൻട്രി എടുക്കാം. ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത് വരുന്നത് ദ ഗ്രേറ്റ് എസ്റ്റീം ഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതും 7 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1,112 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അക്സോ നോബൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 70 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19-ാം തീയതിയാണ് ഇതിൻ്റെ എക്സ് ഡേറ്റ് വരുന്നത്. 3,646 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില വരുന്നത്. അത് കഴിഞ്ഞ് വിധീസ് സ്പെഷ്യാലിറ്റി ഫുഡ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയാണ്. ഫുഡ് സപ്ലൈ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫുഡ് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ കമ്പനി 400 എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? 1 രൂപയാണ്. 495 രൂപയാണ് ഇതിൻ്റെയും വില വരുന്നത്. പിന്നെ നമുക്ക് ഏഷ്യൻ പെയിൻറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്നത് വിഭവ ഗ്ലോബൽ ലിമിറ്റഡ് 1 രൂപ 269 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴുള്ള സ്റ്റോക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഞാൻ ഈ വില, അപ്പോൾ അത് നിങ്ങൾ പരിഗണിക്കുക. അടുത്ത് വരുന്നത് അമൃതാഞ്ജൻ ഹെൽത്ത് കമ്പനി. അമൃതാഞ്ജൻ എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും അറിയാലോ. അത് 1 രൂപയാണ് ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 701 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ GMM പിഫോഡിലർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 1 രൂപ ഇതിൻ്റെ വില വരുന്നത് 1,241 രൂപ. അടുത്ത സാദിയ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, അത് 0.10 പൈസ, വെറും 10 പൈസ മാത്രമാണ് ഡിവിഡൻഡ്. 95 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വരുന്നത്. പിന്നെ പനാമ പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പനി അടുത്ത ലാഭവിഹിതം 2 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 317 രൂപയാണ് ഇതിൻ്റെ ഇത് ഇപ്പോൾ എക്സ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നാളെയൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 22-ാം തീയതി ആകുമ്പോഴേക്കും എൻ്റെ മാക്സിമം പ്രൈസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്ത് ഒഴിവാവാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിവിഡൻറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഓരോ കമ്പനികളും അവരുടെ ലാഭവിഹിതം നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ലാഭവിഹിതമായിരിക്കും എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് MSTCL എന്ന് പറയുന്നത്, MSTC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. 4 രൂപ കൊടുക്കുന്നുണ്ട്. 582 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും കുറേ അധികം ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് വരുന്ന സ്റ്റോക്കുകളുടെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി. പവർ ഫിനാൻസ് അറിയാലോ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇപ്പോൾ 454 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അത് ലാഭവിഹിതം കൊടുക്കുന്നത് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.50 പൈസയാണ്. 3 രൂപ 50 പൈസ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ലാഭവിഹിതം. അത് 25-ാം തീയതിയാണ് ഇതിൻ്റെ എക്സ് ഡേറ്റ് വരുന്നത്. 25 എന്ന് പറയുമ്പോൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 25-ാം തീയതിയാണ്. 3 രൂപ 454 രൂപയാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്കൊക്കെ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ എൻട്രി എടുക്കാവുന്നതാണ്. പിന്നെ സൺ TV 703 രൂപ 5 രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കുറേ അധികം കമ്പനികൾ
ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അതായത് സ്ഥിരമായിട്ട് കമ്പനിക്ക് ലാഭം ഉണ്ടാവുകയും ആ ലാഭവിഹിതം തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് ക്വാർട്ടർലിയോ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ ഒക്കെ കൊടുക്കുന്ന കമ്പനികളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളൊക്കെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പല രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്കിൽ നിന്ന് ലാഭമുണ്ടാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എക്സ് ഡേറ്റിന് മുൻപ് നമ്മൾ ആ സ്റ്റോക്കുകൾ വാങ്ങുക. അതിനുശേഷം നമുക്ക് ആ എക്സ് ഡേറ്റിന് കഴിയുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, എക്സ് ഡേറ്റ് കഴിയുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില പെട്ടെന്ന് ഇടിയും. ലാഭം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ആ ലാഭത്തിൻ്റെ എമൗണ്ട് കുറയുകയും നമുക്ക് നമ്മൾ വാങ്ങിയ വിലയേക്കാളും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുൻപ് വിറ്റൊഴിയുക, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് അതിൽ ഹോൾഡ് ചെയ്യുക. പിന്നെ നമുക്ക് പറ്റുന്നത്, ഈ എക്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് ലാഭം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വില ഒരുപാട് കുറയുമ്പോൾ നമുക്ക് അതിലേക്ക് വാങ്ങിക്കൂട്ടാം, ബൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡിവിഡൻഡ് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ആഴ്ചകളിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.